ഗേസ് ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കളിയല്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയൊക്കെ തൂക്കി നമ്മളെ ടീം തൂക്കി. ഗേസ് ഇന്നലത്തെ കളിയുടെ ത്രില്ലിൽ ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു, ഉറങ്ങിയിട്ടില്ലായിരുന്നു. എഴുന്നേറ്റത് തന്നെ ലൈറ്റായിട്ട് 10:30 അങ്ങനെ എഴുന്നേറ്റത്. എന്നിട്ട് ഞാനിതാ മുട്ടയും മോനിക്ക് കൊടുത്ത്, ഇത് എനിക്ക് മുട്ടയും വെള്ളമായിട്ടും കഴിക്കണം. ഇനി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. കറിയൊക്കെ ഉണ്ട് ഓൾറെഡി. കുറച്ച് അവരെല്ലാം ഉറങ്ങാണ്, എല്ലാവരും കളി കണ്ടല്ലോ, എല്ലാവരും ഉറങ്ങാണ്. സാവകാശം ഉണ്ടാക്കിയാൽ മതി. മോനും ഞാനും 10:30 ആകുമ്പോഴേക്ക് ചായക്ക് റെഡിയാക്കി കഴിക്കാൻ പോവുകയാണ്. മോൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുകയാണ് ഒരു മുട്ടയോ ഒരു പഴം. കാരണം നല്ല വിശപ്പുണ്ട്, ഇന്നലെ അത്രേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, സുപ്രഭാതം നേരുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നലത്തെ കളി നല്ല അടിപൊളി കളിയായിരുന്നല്ലോ. മെസ്സി അനുകൂലിക്കുന്നവർക്കും എല്ലാത്തവർക്കും ഒരു പ്രശ്നമില്ല. അതൊക്കെ നമ്മുടെ സ്പിരിറ്റ് ആണല്ലോ. ഞാനിങ്ങനെ ഓരോന്നും പറയുന്നല്ലോ, എനിക്ക് അത്ര വലിയ നോളജ് വെച്ചിട്ട് പറയുന്നല്ലോ. ഒരു വീട്ടമ്മയായിക്കൊണ്ട് വീട്ടിലെല്ലാ ജോലികളും ചെയ്ത് ഒരു റെസ്റ്റ് എടുക്കാതെ ഞാൻ എന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായി. അതൊരു മഹാ കാര്യം തന്നെയല്ലേ. എത്ര പണിയുണ്ടായിരുന്നു ഇന്നലെ. ഗസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല പണിയുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഒരു പോളെ കണ്ണെടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നമ്മുടെ ടീമിന്റെ കളി കാണാനിരുന്ന്. എന്നിട്ട് ഞാൻ രാവിലെയാണ് കുറച്ച് ഉറങ്ങിയത്. അത്രയും ഇതാകുമ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയാൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം ഒരു വീട്ടമ്മയല്ലേ, കുറെ പരിമിതികൾ ഉണ്ടാവും, നമ്മൾ പറയുന്നില്ലല്ലോ. എല്ലാ നോളജൊന്നും ഇതിനെക്കുറിച്ച് ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇതിന്റെ ടീമിനെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ ടീം എന്നുള്ളൊരു അതിന്റെ ഫാൻ എന്നേ ഉള്ളൂ. കട്ട ഫാനാണ് മെസ്സിയുടെ. അർജന്റീനയുടെ കട്ട ഫാനാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖാണെന്ന് കരുതുന്നു. ഓക്കെ ഗേസ് ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കളിയല്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയൊക്കെ തൂക്കി നമ്മളെ ടീം തൂക്കി. പിന്നെയില്ലേ, ആദ്യം ഇംഗ്ലണ്ട് നന്നായിട്ട് കളിച്ചായിരുന്നു. ആദ്യത്തെ ഗോളൊക്കെ അടിച്ചു പൊളി. ഞങ്ങൾക്ക് എന്നാലും ഞങ്ങൾ കോൺഫിഡൻസ് വിടില്ലല്ലോ. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് വിചാരിച്ച് അതിപ്പോ കളിച്ചപ്പോ കുറച്ച് ഞാൻ നല്ലോണം കളിച്ചു. പിന്നെ ഒരൊന്ന് സ്ലോ ആയപ്പോ നമ്മുടെ ഫെർണാണ്ടസ് ഒരു ഗോളങ്ങ് കൊടുത്ത്. പിന്നെ അതിനകത്ത് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മെസ്സി അസിസ്റ്റ് ചെയ്ത് മെർട്ടിനൻസ് നല്ലൊരു ഗോള്. അത് എന്ത് രസം കാണാന്നറിയാം. നമ്മുടെ വൈബിനനുസരിച്ച് നമ്മളിങ്ങനെ പറയുന്നതിന്റെ ആ വൈബിനനുസരിച്ച് നമ്മള് പ്ലെയർ കളിക്കുമ്പില്ലേ, എന്താ പറയാ. ഇന്നലെ ഞാൻ കുറെ വീഡിയോ ഇട്ടായിരുന്നു, നമ്മൾ ജയിക്കുന്ന പറഞ്ഞിട്ട് എല്ലാ വീഡിയോ ഇട്ടായിരുന്നു. അതായത് മറഡോണന്റെ വലിയൊരു ഡ്രീം, അത് മെസ്സിയുടെ മാന്ത്രിക സ്പർശനത്താൽ അത് നടന്നല്ലോ. എന്ത് ഗോൾ അടിക്കണമെങ്കിൽ അവിടെ മെസ്സിയുടെ മാന്ത്രിക സ്പർശനമുണ്ട്. എല്ലാരും പറയും നിങ്ങൾ തോറ്റ്. എനിക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ തോറ്റ്, നിങ്ങളെ മെസ്സി വേർക്കുന്നു. ഞാനിത് അപ്പം വീഡിയോ ഇടുമല്ലോ, മെസ്സി വേർക്കുന്നു അങ്ങനെ. അതായത് മെസ്സിന്റെ ടീമിനെ ലാസ്റ്റ് പിന്തുണക്കുന്ന ഞാൻ മെസ്സിന്റെ ടീമാന്ന് പറഞ്ഞ ആളാണ്. അതിനു മുന്നേ എനിക്ക് കമന്റ് ഇട്ട് മെസ്സി വേർക്കുന്നു, നിങ്ങൾ തോക്കും, അങ്ങനെ ഇങ്ങനെ. പിന്നെന്താ ഇട്ടത്, കൈകൊണ്ടാണോ ഗോളടിക്കുന്നത് അങ്ങനെയൊക്കെ കുറെ ഇന്നലെ എന്നെ പറഞ്ഞ. പക്ഷെ നോക്കി കണ്ട, ഈ പറഞ്ഞ എല്ലാരും കണ്ട, നമ്മള് കണ്ട ഒരു അഭിമാനം അല്ലേ. നമ്മൾ ഏത് ടീമിന്റെ കൂടെയാണോ നിൽക്കുന്നത്, എല്ലാ ടീമും നമുക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ആ ടൈമിൽ ഒരു അഭിമാനമാണ് നമ്മൾ ഏത് ടീമിന്റെ കൂടെയാണോ നിൽക്കുന്നത്. അവർ ജയിക്കുമ്പോൾ ഒരു സ്പിരിറ്റ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ ടീമിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ഇംഗ്ലണ്ടിനെ ആയിക്കോട്ടെ, അതിന് അടുത്ത നമ്മുടെ ടീം അടുത്തത് നമ്മൾ ജയിക്കും. നമ്മൾ വേൾഡ് കപ്പ് അടിക്കണം, നോക്കിക്കണം. അപ്പൊ ഗേസ് ഞാൻ ചായ പയമ്പാട്ടി കഴിക്കട്ടെ. ഓക്കെ, എല്ലാരും ചായ ഒക്കെ കുടിച്ച് അടിപൊളിയാവുക. ഇപ്പോഴാണ് ഞാൻ ചായ കഴിക്കുന്നത്. ഇനി എനിക്ക് പണിയാണ്, ഇനി എനിക്ക് കിച്ചണിൽ ഇനി രാത്രി വരെ റെസ്റ്റ് ഇല്ലാണ്ട് പണി തന്നെയാണ്. ഇന്നലെ ഒന്നും റെസ്റ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നല്ല പുറം വേദനയും കൈവേദനയും ഒക്കെ ഉണ്ട്. കാരണം നന്നായി പണിയെടുത്ത് അങ്ങനെ ഉണ്ടാവല്ലോ. അപ്പൊ ഇനിയും നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് പണി തുടങ്ങി കിച്ചണിൽ ഇനിയിപ്പോ രാവിലത്തെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ആ കിച്ചണിലെ പണിയിലേക്ക് പോകും. ചായ